ഇതാണ് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ വിമർശിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മിനിമം മാന്യതകളുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു അതിരുകളൊക്കെ ലംഘിച്ച് അവസാനം പോലീസിന്റെ വിലങ്ങ് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. നമുക്ക് ഈ ഒരു റേ റീൽസ് ചാനലിനെ അറിയാം. റേ റീൽസ് ചാനൽ ഉടമയായിട്ടുള്ള സന്ദീപ് എടപ്പാളിനെയും അറിയാം. പുള്ളിക്കാരന്റെ വീഡിയോസ് ഞാൻ കാണാറുള്ള ഒരു വ്യക്തി തന്നെയാണ്. പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ അദ്ദേഹം ചെയ്യുന്ന വീഡിയോസുകളാണ്. പക്ഷേ ഈ അടുത്ത് രേണു സുധിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താ പറയാ പറയാതെ ഒരു കഥാപാത്രത്തിന്റെ പേരും പറഞ്ഞിട്ട് അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരാളെ കൊള്ളിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. എന്തായാലും ആ വീഡിയോസ് ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പം പുള്ളിക്ക് വലിയൊരു എട്ടിന്റെ പണി കിട്ടി എന്ന് വേണം പറയാൻ. കാരണം പലരെയും ലക്ഷ്യമിട്ടുള്ള സന്ദീപിന്റെ വീഡിയോകൾ സാധാരണ രീതിയിലുള്ള ഒരു വിമർശനമായിരുന്നില്ല. അതൊരു തരം കഥാപ്രസംഗം ശൈലിയിലൊക്കെയായിരുന്നു അയാൾ ആ ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയിരുന്നത്. കേൾക്കുന്നവർക്ക് ഒരു രസം തോന്നാം, പക്ഷെ അതിൽ നിറഞ്ഞു നിന്നിരുന്ന തികഞ്ഞും അധിക്ഷേപവും വ്യക്തിഹത്യമായിരുന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ വന്നിരിക്കുന്നത്. എന്തായാലും താൻ ചെയ്യുന്നത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള തെറ്റാണെന്നും ഇതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ എന്താണെന്നോ സന്ദീപ് മനസ്സിലാക്കിയില്ല എന്ന് വേണം പറയാൻ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കണ്ട് വളരെ സഹികെട്ട് തന്നെയാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് നിയമ വഴിയിലേക്ക് നീങ്ങിയത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ നിരത്തി പോലീസിൽ പരാതി നൽകിയത്. ഒരു പ്രതിയാണല്ലോ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ യൂട്യൂബേഴ്സ് വളരെ മോശമായ രീതിയിൽ എന്നെയും എൻ്റെ വ്യക്തിജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഔദ്യോഗിക മിഷണറി ജീവിതത്തെയും മോശമാക്കുന്ന പല യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടു. അതിൽ വേറെ കുറച്ച് ആൾക്കാരുടെ പേരിൽ കൂടെ പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് സൈബർ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ അന്വേഷണത്തിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്ന് തീർച്ചയായിട്ടും വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇവിടുത്തെ പോലീസ് മേലധികാരികൾ എന്നോട് അറിയിച്ചിട്ടുണ്ട്. അവർക്കെതിരെ അധികം വൈകാതെ തന്നെ നടപടികൾ ഉണ്ടാകും. അവർ നിരീക്ഷണത്തിലാണ് എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്കിപ്പോൾ അവരെന്നോട് അറിയിക്കുക. അതായത് ഒരു പരിധിക്കപ്പുറം തനിക്കെതിരെ നടക്കുന്ന ഈ ഒരു വ്യാജ പ്രചരണങ്ങളെയും വ്യക്തിഹത്യകളെയും ചോദ്യം ചെയ്തേ പറ്റൂ എന്നുള്ള തിരിച്ചറിവിലാണ് അദ്ദേഹം പോലീസിനെ സമീപിച്ചത്. എന്തായാലും സന്ദീപ് ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലാണ്. എന്തായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മറ്റൊരാളുടെ കണ്ണീരിൽ നിന്ന് അല്ലെങ്കിൽ അസുഖത്തിൽ നിന്നൊക്കെ കച്ചവടം ഉണ്ടാക്കുന്നതാണോ യൂട്യൂബ് കണ്ടന്റ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. എന്തായാലും ഈ ഒരു വിഷയം എല്ലാവർക്കും ഒരു പാഠം തന്നെ ആയിരിക്കട്ടെ. എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ.